ഓക്കെ, കഴിഞ്ഞ അവർ ചെയ്ത പ്രോബ്ലത്തിന്റെ ബാക്കി പോർഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ബീമായിരുന്നു ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഈ ഒരു ബീമില് എങ്ങനെയാണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡയറക്ട്ലി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്ന് കണ്ടു അല്ലേ? ഓരോ എലമെന്റിന് സെപ്പറേറ്റ് ആയിട്ട് കെ മെട്രിക്സ് എഴുതി. അതില് ഏതിലാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്? ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് ജോയിന്റ് ബിയിലും സിയിലും ആണ്. ജോയിന്റ് എ, ബി, സി. ഇതില് ബിയിലും സിയിലും ആണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. അത് ഏതൊക്കെയായിരുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്? ഡെൽറ്റ 4ഉം ഡെൽറ്റ 6. അപ്പൊ ആ 4, 6 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസ് രണ്ട് എലമെന്റ് മെട്രിക്സിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്ത് എഴുതും അല്ലേ? അങ്ങനെയാണ് കെ മെട്രിക്സ് കിട്ടിയിട്ടുള്ളത്. കെ മെട്രിക്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഇനി കണ്ടുപിടിക്കേണ്ടത് പി മെട്രിക്സ്. പി മെട്രിക്സ് എങ്ങനെയാ കാണാം? പി മെട്രിക്സിൽ നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതൊക്കെയാണ്? തീറ്റ ബിയും തീറ്റ സിയും. അതായത് ബി ജോയിന്റിൽ ഉണ്ടാവുന്ന റൊട്ടേഷനും സി ജോയിന്റിൽ ഉണ്ടാവുന്ന റൊട്ടേഷനും. അപ്പോൾ ഇതാണ് നമ്മുടെ അൺനോൺ. തീറ്റ ബിയും തീറ്റ സിയും അൺനോൺ ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പി മെട്രിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തീറ്റ ബിക്കും തീറ്റ സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പി വാല്യൂസ് മാത്രം നമുക്ക് ചൂസ് ചെയ്താൽ മതി. ഇനി പി മെട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ്? പി ജെ മൈനസ് പി. പി ജെ പി എൽ ആണ്. അപ്പം പി ജെ മൈനസ് പി എല്ലില് പി ജെ എന്ന് പറയുന്നത് ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ, അതുപോലെ പി എൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്പർ ഫോഴ്സുകൾ കാരണം ജോയിന്റിൽ ഉണ്ടാവുന്ന ലോഡ്. നമുക്ക് എ ബിയും ബി സിയും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടെ വരുന്ന ജോയിന്റ് ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാൻ നേരം ഇതിനെ നിങ്ങൾ രണ്ടിന്റും ഫിക്സ്ഡ് ആയിട്ട് കാണാം. ഓൾറെഡി ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എ ബി, ഇത് ബി സി. അപ്പൊ ബി എന്ന് പറയുന്ന ജോയിന്റിൽ എന്താ രണ്ട് എലമെന്റ് ഉണ്ട് ഇല്ല, രണ്ട് മെമ്പർ ഉണ്ട്, എ ബിയും ബി സി. അപ്പൊ എ ബി നോക്കുകയാണെങ്കിൽ എ ബിയിൽ പോയിന്റിലോടാണ് ആക്ട് ചെയ്യുന്നത് 90 കിലോ ന്യൂട്ടൺ. അതെങ്ങനെയാണ്? ഇവിടെ 2 മീറ്ററും ഇവിടെ 4 മീറ്ററും. അപ്പൊ നമുക്ക് കാണേണ്ടത് നമ്മുടെ റൊട്ടേഷൻ ആണ് വരുന്നത്. തീറ്റ ബിയും തീറ്റ സി ആണ്. അപ്പൊ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലോഡ് ഏതാണ്? റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലോഡ് ഏതാ? റൊട്ടേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ അൺനോൺ റൊട്ടേഷൻ ആണെങ്കിൽ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഡ് എന്തായിരിക്കും? റൊട്ടേഷൻ കോസ് ചെയ്യുന്നത് എന്താ? ആരെങ്കിലും ഒന്ന് പറയൂ. മൊമെന്റോ ആണ് ഉദ്ദേശിക്കുന്നത്. അതെ, റൊട്ടേഷൻ ആണ് അൺനോണെങ്കിൽ അവിടെ കാണേണ്ട ഫോഴ്സ് ഏതാണ്? മൊമെന്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മൊമെന്റ്? ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് ഇവിടെയും കാണണം. ഇവിടത്തെ എന്തായിരിക്കും? എം എഫ് എ ബി. എം എഫ് എ ബി എന്ന് പറയുന്നത് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയറിൽ എ വാല്യൂ എന്ന് പറയുന്നത് 2 മീറ്റർ, ബി എന്ന് പറയുന്നത് 4 മീറ്റർ. ഡബ്ല്യു 90 ഇൻറ്റു 2 ഇൻറ്റു 4 സ്ക്വയർ ബൈ എൽ എത്രയാണ്? ടോട്ടൽ സ്പാൻ 6 മീറ്റർ, 6 സ്ക്വയർ ഈക്വൽ ടു എം എഫ് എ ബിയുടെ വാല്യൂ 80 കിലോ ന്യൂട്ടൺ മീറ്ററിന് വരും. ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് കാണുന്നത്. അപ്പൊ അത് 80. ഇനി ബി എൻഡില് എം എഫ് ബി എ ഈക്വൽ ടു ഡബ്ല്യു ബി എ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇക്വേഷൻ ഓർക്കുക. 90 ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി എൻഡിൽ നിന്ന്, ഓക്കെ, റൈറ്റ് എൻഡിൽ നിന്ന് നിങ്ങളുടെ സെക്കൻഡ് ജോയിന്റിൽ നിന്ന് ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ബി എന്ന് പറയുന്നത് 4 മീറ്റർ. ഇവിടെ 4 ഇൻറ്റു 2 സ്ക്വയർ ബൈ എൽ സ്ക്വയർ. എൽ 6 ആണ്. ഈക്വൽ ടു 40 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഇത് എത്രയാണ്? 40. ഇനി ബി സി എടുക്കുകയാണെങ്കിൽ ബി സിയിലെ ലോഡ് ഏതൊക്കെയാണ്? യു ഡി എൽ ആണ്. കൂടാതെ ജോയിന്റിൽ ലോഡ് ഉണ്ട്. എത്രയാ? 120 കിലോ ന്യൂട്ടൺ മീറ്റർ. യു ഡി എൽ കാരണം മാത്രമേ നമുക്ക് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് ഉണ്ടാവുന്നുള്ളൂ. ഈ 120 കിലോ ന്യൂട്ടൺ മീറ്റർ അത് മൊമെന്റ് ജോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അത് നമുക്ക് പി എല്ലിലല്ല വരിക, പി ജെയിലാണ് വരിക. ഓക്കെ, എം എഫ് ബി സി.
ബി സി കാണാനായിട്ട് ഇത് യു ഡി എൽ ആണ്. യു ഡി എൽ ആകുമ്പോൾ ഇക്വേഷൻ എന്താ? ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 12. ഡബ്ല്യുവിന്റെ വാല്യൂ 80, എൽ എന്ന് പറയുന്നത് 6, ഇത് 4 മീറ്റർ ആണ്. ബി സിയുടെ സ്പാൻ 4 മീറ്റർ ആണ്. 80 ഇൻറ്റു 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. 106.67 കിലോ ന്യൂട്ടൺ മീറ്റർ. എം എഫ് ബി സിയും എം എഫ് സി ബിയും സെയിം ആയിരിക്കും. യൂണിഫോം സിമെട്രിക് ലോഡിംഗ് അല്ലേ? ഇതെന്താണ്? ബിയില് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. വാല്യൂ എത്രയാണ്? 106.67. അതുപോലെ സിയില് എം എഫ് ബി സിയുടെ വാല്യൂ 106.67. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? തീറ്റ ബിക്കും തീറ്റ സിക്കും കറസ്പോണ്ടിങ് ആയിട്ട്. തീറ്റ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? എം ബി. അതുപോലെ തീറ്റ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എം സി. അതാണ് നമ്മുടെ ലോഡായിട്ട് വരിക. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? ബിയില് 2 മൊമെന്റ് ഉണ്ട് ഇല്ലേ? ബിയില് ബി എന്ന് പറയുന്ന ജോയിന്റില് 2 മെമ്പർ ഉണ്ട്. ആ 2 മെമ്പർ കാരണം ബി എന്ന് പറയുന്ന ജോയിന്റില് 2 മൊമെന്റും വരുന്നുണ്ട്. എ ബിയുടെ റൈറ്റ് എൻഡിലാണ് ഒരു ബി ജോയിന്റ് വരിക. അവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ക്ലോക്ക് വൈസ് 40. അതുപോലെ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ജോയിന്റ് ബിയിൽ വരുന്ന മൊമെന്റ്, ഫിക്സ്ഡ് മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് 106.67. അപ്പൊ ബിയിൽ തീറ്റ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എം ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ്. അപ്പൊ പ്ലസ് 40 മൈനസ് ഇത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലേ? മൈനസ് 106.67. ഇനി തീറ്റ സി എന്ന് പറയുന്നത് മൊമെന്റ് അറ്റ് സി. ആ സമയത്ത് ഈ 120 കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം 120 നമ്മൾ എന്തിലാണ് എടുക്കുന്നത്? പി ജെയിലാണ് എടുക്കുന്നത്. ഓക്കെ, കാരണം ഇത് എക്സ്റ്റേണൽ ജോയിന്റ് ലോഡാണ്. എക്സ്റ്റേണൽ ജോയിന്റ് ലോഡ് പി ജെ. പി എൽ എന്ന് പറയുന്നത് മെമ്പർ ലോഡ് കാരണം ജോയിന്റിൽ ഉണ്ടാവുന്നത്. മെമ്പർ ലോഡ് കാരണം ജോയിന്റിൽ ഉണ്ടാവുന്നതാണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. അപ്പം സിയില് ഉണ്ടാവുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് മാത്രം ആണ് പി എല്ലിൽ കൺസിഡർ ചെയ്യേണ്ടത്. അതെത്രയാണ് ഇവിടെ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 106.67. ഇനി നമുക്ക് ഇക്വേഷനിൽ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എന്ന് പറയുന്നത് പി ജെ മൈനസ് പി എൽ അല്ലെ? ആദ്യം ഞാൻ തീറ്റ ബിക്ക് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ജോയിന്റില് പിന്നെ സി എന്ന് പറയുന്ന ജോയിന്റില്. അപ്പൊ ബി എന്ന് പറയുന്ന ജോയിന്റില് പി ജെ എന്താണ്? പി ജെയുടെ വാല്യൂ എന്താണ്? 0 ആണ്. കാരണം എന്താ? എക്സ്റ്റേണൽ മൊമെന്റ് ഒന്നും ഇതില് നമുക്ക് തന്നിട്ടില്ല. ആകെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആണ് 2 കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് പി എല്ലിലാണ് വരിക. പി ജെ എന്ന് പറയുന്നത് ജോയിന്റിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മൊമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ 0 മൈനസ് പി എൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എത്രയാണ്? 40 മൈനസ് 106.67 എത്രയാണ്? മൈനസ് 66.67 അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? ബിയിലെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് മൈനസ് 66.67. ഇനി സി എന്ന് പറയുന്ന ജോയിന്റില് പി ജെ എന്താണ്? 120 ആണ്. കാരണം തന്നിട്ടുള്ള എക്സ്റ്റേണൽ ജോയിന്റ് ലോഡാണ് പി ജെ. അതാണ് ഇവിടെ ക്ലോക്ക് വൈസ് മൊമെന്റ് 120 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ 120 എന്ന് കൊടുക്കാം. മൈനസ് പി എൽ എന്താണ്? ജോയിന്റ് സിയിലെ പി എൽ. പി എൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടിട്ടുള്ളത് എത്രയാണ്? 106.67 മൈനസ് 106.67. ഇങ്ങനെയാണ് പി മെട്രിക്സ് എഴുതേണ്ടത്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? പി മെട്രിക്സ് എടുക്കുന്ന ഒന്നുകൂടി പറയാം. ഓക്കെ, അതായത് പി മെട്രിക്സിന്റെ ഇക്വേഷൻ എന്താണ്? പി ജെ മൈനസ് പി എൽ. ഇതില് പി ജെ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് ലോഡിംഗ് തന്നിട്ടുള്ളതില് ജോയിന്റില് ഏതെങ്കിലും തരത്തിലുള്ള ലോഡ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സി എന്ന് പറയുന്ന ജോയിന്റില് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര? 120 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഇതെന്താണ്? പി ജെയുടെ വാല്യൂ ആണ് ഈ 120 കിലോ ന്യൂട്ടൺ മീറ്റർ വരിക. അതെവിടെയാണ്? ജോയിന്റ് സിയിലാണ്. അത് മനസ്സിൽ വെക്കാം. ഇനി നോക്കേണ്ടത് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് നമുക്ക്? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഏതൊക്കെയാ? തീറ്റ ബിയും തീറ്റ സിയും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡെൽറ്റ 4 ഡെൽറ്റ 6 എടുത്ത് നമ്മൾ എഴുതിയിട്ടുള്ളത്. തീറ്റ ബിയും തീറ്റ സിയും ആണ് നമ്മുടെ അൺനോണെങ്കിൽ അത് കാണാൻ വേണ്ട കറസ്പോണ്ടിങ് ലോഡ് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോ തീറ്റ ബിയും തീറ്റ സി എന്ന് പറയുന്നത് ജോയിന്റ് ബിയിലും ജോയിന്റ് സിയിലും റൊട്ടേഷൻ ആണ്. നമുക്ക് പി മെട്രിക്സിൽ വരുന്ന പി എൽ എന്ന് പറയുന്നത് പി മെട്രിക്സിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ട വാല്യൂസ് ബിയിലെയും സിയിലെയും മൊമെന്റുകളാണ്. ഇനി ബിയിലും സിയിലും നമുക്ക് 2 മൊമെന്റ് വരാം. ഒന്ന് ജോയിന്റ് മൊമെന്റും ഒന്ന് മെമ്പർ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ്. ബി ജോയിന്റ് എടുക്കുകയാണെങ്കിൽ ജോയിന്റ് ബിയില് എക്സ്റ്റേണൽ ജോയിന്റ് ലോഡ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ടാണ് പി ജെ ബിയിലെ 0 ആയത്. ഇനി പി എൽ എന്ന് പറയുന്നത്
ബി എന്ന് പറയുന്ന ജോയിന്റില് മെമ്പർ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ജോയിന്റ് ലോഡാണ്. അപ്പോ മെമ്പർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ബിയില് എ ബി ഉണ്ട്, ബി സി ഉണ്ട്. എ ബി കാരണം ഉണ്ടാവുന്ന മൊമെന്റ് അവിടുത്തെ ഫിക്സ്ഡ് മൊമെന്റ് ആണ്. ഈ ലോഡ് വെച്ച് നമ്മൾ ഫിക്സ്ഡ് മൊമെന്റ് കണ്ടത് 40. അതുപോലെ ബി സിയിലെ ലോഡ് വെച്ചിട്ട് ബിയിൽ കണ്ടിട്ടുള്ള ഫിക്സ്ഡ് മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട് 106.67 കിട്ടി. അപ്പൊ ടോട്ടൽ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫിക്സ്ഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും സം ആയിരിക്കും. അപ്പൊ ഇതൊന്ന് ക്ലോക്ക് വൈസ് ആണ്, ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സം എടുത്ത് കഴിയുമ്പോൾ -66.67 കിട്ടും. അതായത് ജോയിന്റ് ബിയിലെ മെമ്പർ ഫോഴ്സ് കാരണം, അതായത് മെമ്പർ ഫോഴ്സ് കാരണം ജോയിന്റ് ബിയിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് എത്ര? 66.67 -66.67. അതുപോലെ സിയില് മെമ്പർ ഫോഴ്സ് കാരണം ഈ പി എല്ലിന്റെ വാല്യൂ ആണ് എന്ത്? ഫിക്സ്ഡ് മൊമെന്റ് ആയിട്ട് വരിക 106.67. ഇനി മെട്രിക്സ് എഴുതാൻ നേരം പി ജെ മൈനസ് പി എൽ ആണ് ഇക്വേഷൻ. അപ്പൊ ആദ്യം ബി എന്ന് പറയുന്ന ജോയിന്റില്, രണ്ടാമത് സി എന്ന് പറയുന്ന ജോയിന്റില്. അപ്പൊ ആദ്യം ബി എന്ന് പറയുന്ന ജോയിന്റില് പി ജെ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജോയിന്റ് ലോഡ് ആണ്. ഇവിടെ എക്സ്റ്റേണൽ ജോയിന്റ് ലോഡ് ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിലില്ല. അപ്പൊ 0 മൈനസ് എത്രയാണ് നമ്മുടെ ഫിക്സ്ഡ് മൊമെന്റിന്റെ സം വന്നിട്ടുള്ളത് ബിയില് എത്രയാണ്? -66.67. അപ്പൊ അതെടുത്ത് എഴുതി. ഇനി അടുത്ത സി എന്ന് പറയുന്ന ജോയിന്റ് നോക്കാം. സി എന്ന് പറയുന്ന ജോയിന്റില് എക്സ്റ്റേണൽ ജോയിന്റ് ലോഡ് ഓൾറെഡി ഉണ്ട്, ലോഡായിട്ട് 120 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ അത് ഞാൻ എന്റെ പി ജെ ആയിട്ട് എഴുതി. മൈനസ് പി എൽ എന്ന് പറയുന്നത് ഈ മെമ്പർ ഫോഴ്സ്, ബി സിയിലെ മെമ്പർ ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള ഫിക്സ്ഡ് മൊമെന്റ്. അത് എത്രയാണ്? 106.67. ക്ലോക്ക് വൈസ് ആണ്, അപ്പൊ അത് പ്ലസ് ആണ്. ഈ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. ഓക്കെ ആണോ? അതെ മിസ്. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് എഴുതണം. എത്രയാവും? 0 മൈനസ് -66.67 എന്ന് പറയുമ്പോൾ 66.67. 120 മൈനസ് 106.67 എന്ന് പറഞ്ഞാൽ 13.33. ഇത് പി മെട്രിക്സ്. പി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, തീറ്റ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, തീറ്റ ബി എന്ന് ഞാൻ എഴുതുന്നില്ല, ബി ജോയിന്റില്, ഇത് സി ജോയിന്റില്. ഓക്കെ, ഇതാണ് നമ്മുടെ പി മെട്രിക്സ്. പി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പില് നമുക്ക് കാണേണ്ടത് ഡെൽറ്റയാണ്. രണ്ട് ബിയിൽ ഇപ്പൊ ബി നമുക്ക് ലോഡ് കിട്ടി. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ ഈ ജോയിന്റ് ലോഡ് കണ്ടത്? അവിടുത്തെ ഡിഫ്ലക്ഷൻ എത്രയാണെന്നറിയാൻ, അതായത് തീറ്റ ബിയുടെയും തീറ്റ സിയുടെയും വാല്യൂ അറിയാൻ. അതിനു വേണ്ടി കൊടുക്കേണ്ട ഇക്വേഷൻ പി ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ. പി മെട്രിക്സ് ഓൾറെഡി അറിയാം, 66.67, 13.33 ഈക്വൽ ടു കെ മെട്രിക്സ്. ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ള മെട്രിക്സ് ഇതാണ് കെ മെട്രിക്സ്. EI 7/3, 1/2 ഇൻറ്റു ഏതൊക്കെയായിരുന്നു നമ്മുടെ അൺനോൺസ്? തീറ്റ ബിയും തീറ്റ സിയും ആണ് അൺനോൺ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരുന്നു? Δ4ഉം Δ6 അല്ലെ? ഞാനിവിടെ എഴുതുന്നത് Δ4 Δ6 എന്നാണ്, മാറിപ്പോരുത്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Δ4ന്റെയും Δ6ന്റെയും വാല്യൂ കിട്ടും. എങ്ങനെയാണ്? ഇക്വേഷൻ ആയിട്ട് എഴുതാം. 7/3 Δ4 പ്ലസ് ഹാഫ് Δ6 ഈക്വൽ ടു 66.67 ബൈ EI. EI അപ്പുറത്തേക്ക് എടുത്ത് എഴുതിക്കോളൂ. ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് Δ4 പ്ലസ് Δ6 ഈക്വൽ ടു 13.33 ബൈ EI. ഇക്വേഷൻ നമ്പർ 2. സോൾവ് ചെയ്താൽ Δ4 എത്ര വരും? Δ6 എത്ര വരും? Δ4ന്റെ വാല്യൂ 28.8 ബൈ EI. Δ6ന്റെ വാല്യൂ -1.07 ബൈ EI. ഇതെന്താണ്? Δ4 ആണ്. Δ4 എന്ന് പറയുന്നത് തീറ്റ ബി, Δ6 എന്ന് പറയുന്നത് തീറ്റ സി. ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതാം. മെട്രിക്സ് ഫോമിലേക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ മെട്രിക്സ് അല്ല യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആയി.
ഇനി ചെയ്യേണ്ടത് നമുക്ക് ഡയറക്ട്ലി ഡെൽറ്റ ഇപ്പൊ തീറ്റ ബിയുടെ വാല്യൂ ആണ് 28.8/EI, അതുപോലെ തീറ്റ സിയുടെ വാല്യൂ ആണ് -1.07/EI. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി ആ റൊട്ടേഷൻ മൊമെന്റുകൾ കാണാൻ പറ്റും. അതായത് എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ഇതില് നമുക്ക് മൊമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? എ, ബി, സി. നമുക്ക് മൊമെന്റുകൾ എവിടെയൊക്കെ കാണണം? എ ബിയിലെ മൊമെന്റ് അറ്റ് എ ഇൻ മെമ്പർ എ ബി കാണണം. അതുപോലെ മൊമെന്റ് അറ്റ് ബി ഇൻ മെമ്പർ ബി എ കാണണം. അതുപോലെ ഓരോ മെമ്പറിന്റെ രണ്ട് എൻഡിലുള്ള മൊമെന്റ് അതല്ലേ നമുക്ക് കാണണ്ടേ. അപ്പൊ അതിന് അടുത്ത ഇക്വേഷൻ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? അടുത്ത സ്റ്റെപ്പ് നമ്പർ 5, മെമ്പർ ഫോഴ്സസ്. ഇതിൽ ഉപയോഗിക്കുന്ന മെമ്പർ ഫോഴ്സസ് കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷന്റെ ഇക്വേഷനുകളാണ്. ഏതൊക്കെയാണ്? എം എ ബി, ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് പറയാ. എം എ ബി ഈക്വൽ ടു എം എഫ് എ ബി പ്ലസ് 2EI/L 2θA പ്ലസ് θB. പഠിച്ചിട്ടില്ലേ ഇക്വേഷൻ? ഇതില് എം എ ബി എന്ന് പറഞ്ഞാല് മൊമെന്റ് അറ്റ് എ, ഇവിടെ വരുന്ന മൊമെന്റ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന മെമ്പറിന്റെ എ എൻഡിൽ വരുന്ന മൊമെന്റ്. എം എഫ് എ ബി എന്താണ്? എയിൽ ഉണ്ടാവുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. എ ബിയിലെ ലോഡ് കാരണം എയിൽ ഉണ്ടാവുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. പിന്നെ ഓരോ മെമ്പറിന്റെയും EI/L വാല്യൂ നമുക്കറിയാം. തീറ്റ എയും തീറ്റ ബിയും നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. തീറ്റ എയും തീറ്റ ബിയും അല്ല നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, തീറ്റ ബിയും തീറ്റ സിയും ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. കാരണം തീറ്റ ബിയും തീറ്റ സിയും ഇവിടെ ഉള്ളൂ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട്. തീറ്റ എ എന്താണ്? ഇവിടെ 0 ആണ്, ഫിക്സ്ഡ് എൻഡ് അല്ലേ. അപ്പൊ തീറ്റ എയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ബിയുടെ വാല്യൂ Δ4 28.8/EI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2EI ഐക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലിന്റെ വാല്യൂ കറസ്പോണ്ടിങ് കൊടുക്കുക. എം എഫ് എ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ, പി മെട്രിക്സ് കാണാൻ നേരം. എങ്ങനെയാണിത് എഴുതുക? എം എഫ് എ ബി, എ ബിയിലെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എത്രയാണ്? കുറച്ചു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എം എഫ് എ ബി എത്രയാണ്? 80 kN/m. എന്താണിത്? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പൊ -80 kN. സൈൻ കൂടെ എഴുതാം. -80. എം എഫ് ബി എ പ്ലസ് ആണ്, എം എഫ് ബി സി മൈനസ് ആണ്. അപ്പൊ എം എഫ് എ ബി -80 പ്ലസ് ഈ ഐയുടെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനില് എ ബിയിലെ ഐയുടെ വാല്യൂ 2i ഉം ബി സിയുടെ ഐയുടെ വാല്യൂ ഐയും ആണ്. അപ്പൊ 2 × 2EI ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ്? 2i ആണ്. 2i/L. ലെങ്ത് എത്രയാണ്? 6 മീറ്റർ ഇൻറ്റു 2 തീറ്റ എ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്, ഫിക്സ്ഡ് എൻഡിലെ റൊട്ടേഷൻ എത്രയാണ്? 0 ആണ്. 0 പ്ലസ് നമ്മുടെ തീറ്റ ബി, ഇതാണ് നമ്മുടെ തീറ്റ ബി 28.8 ഡിവൈഡഡ് ബൈ EI. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി മൊമെന്റിന്റെ വാല്യൂ കിട്ടുകയാണ്. അപ്പൊ എം എഫ് എ ബി -80 വന്നു. ഇവിടെ EI ഉണ്ട്, ഇവിടെ താഴെ EI ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര വന്നു? മൊമെന്റ് ഇൻ എ ബി വാല്യൂ പറയാമോ? മിസ് 70.4 ആണ്. 70.4 ആണ്. ആണോ? അറിയില്ല. വേറെ ആർക്കെങ്കിലും സെയിം ആൻസർ വന്നിട്ടുണ്ടോ? എല്ലാവർക്കും ഈ ആൻസർ ആണോ വരുന്നത്?
60.8 വന്നു. -60.8 അല്ലേ? ആ -60.8. ചെക്ക് ചെയ്യാം വാല്യൂ ഇത് വരുന്നില്ലേന്ന്. ഇതുപോലെ തന്നെ അടുത്തത് ഏതാണ്? MBA വരുമ്പോ ഇക്വേഷൻ എങ്ങനെയാവും? എക്ക് ബി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാം. MFBA പ്ലസ് 2EI/L ടു തീറ്റ എക്ക് പകരം തീറ്റ ബി പ്ലസ് തീറ്റ എ. MFBA യുടെ വാല്യൂ എത്രയാണ്? 40 ആയിരുന്നു. നോക്കുക നിങ്ങൾ. Then 2EI 2E into 2I by 6 into 2 into തീറ്റ ബിയുടെ വാല്യൂ എത്രയാണ്? 28.8 divided by EI പ്ലസ് തീറ്റ എ എന്ന് പറയുന്നത് 0. ചെയ്ത് കിട്ടുമ്പോൾ മൊമെന്റ് വരുന്ന വാല്യൂ 78.4 കിലോ ന്യൂട്ടൺ മീറ്റർ. കിട്ടുന്നുണ്ടോ നോക്കുക. അതുപോലെ ബി സിയിലതും കാണാം നമുക്ക്. എങ്ങനെയാണ്? MBC MFBC പ്ലസ് 2EI/L ടു തീറ്റ ബി പ്ലസ് തീറ്റ സി. ഇവിടെ തീറ്റ ബിയും തീറ്റ സിയും നമുക്കറിയാം. ഐയുടെ വാല്യൂ ഐ ആണ്. എൽ എത്രയാണ്? 4 മീറ്റർ ആണ്. അപ്പൊ MFBC എത്രയാണ്? -106.67. ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് കണ്ട നേരം അവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് 2EI/L വാല്യൂ എന്ന് പറയുന്നത് 4. 2 ഇൻറ്റു തീറ്റ ബി എത്രയാണ്? 28.8/EI പ്ലസ് തീറ്റ സിയുടെ വാല്യൂ എത്രയാ? തീറ്റ സി എന്ന് പറയുന്നത് -1.07/EI -1.07 divided by EI. EI നിങ്ങൾക്ക് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ വരുന്നത് -78.4 കിലോ ന്യൂട്ടൺ മീറ്റർ. എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് നോക്കാം, വേറെ ജോയിന്റ് മൊമെന്റ് ഒന്നും വന്നിട്ടില്ല. ജോയിന്റ് മൊമെന്റ് ഒന്നും ആക്ട് ചെയ്യാത്തൊരു ജോയിന്റ് ആണെങ്കിൽ നോക്കാം. ഇങ്ങനെ ഒരു ജോയിന്റില് വേറെ ഇവിടെ നമുക്ക് ആക്ട് ചെയ്തിട്ടൊരു മൊമെന്റ്, ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഒരു മൊമെന്റ് ഈ ജോയിന്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ജോയിന്റില് സം ഓഫ് മൊമെന്റ് 0 ആയിരിക്കും. അതായത് ഇതിപ്പോ എ ബി സി ആണെങ്കിൽ ബി ജോയിന്റില് BA പ്ലസ് BC 0 ആയിരിക്കും. MBA പ്ലസ് MBC പ്ലസ് MBC എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കാം, MBA വന്നിട്ടുള്ളത് 78.4 ആണെങ്കിൽ MBC എന്ന് പറയുന്നത് -78.4. ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ഒരു ജോയിന്റില് മൊമെന്റ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, എക്സ്റ്റേണൽ മൊമെന്റ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ, ഇനി ഇതുപോലെ MCB കാണാം. എങ്ങനെയാണ്? MFCB പ്ലസ് 2EI/L ടു തീറ്റ സി പ്ലസ് തീറ്റ ബി. MFCB എങ്ങനെയാണ്? 106.67 പ്ലസ് 2EI/L വാല്യൂ 4 മീറ്റർ. 2 ഇൻറ്റു തീറ്റ സിയുടെ വാല്യൂ എത്രയാണ്? -1.07/EI പ്ലസ് തീറ്റ ബിയുടെ വാല്യൂ 28.8/EI. എത്ര വരും? EI കോമൺ ആയിട്ട് വെട്ടിക്കളയാം. ബാക്കി വരുന്നത് 120 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി അതും നിങ്ങൾക്ക് ഒരു ചെക്ക് ചെയ്യാം. കാരണം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ ആ മൊമെന്റ് നമ്മുടെ എക്സ്റ്റേണൽ മൊമെന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് 120 കിലോ ന്യൂട്ടൺ മീറ്റർ. അല്ലാത്ത ഈ ഒരു മൊമെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ഫ്രീ എന്താണ്, ഇതൊരു ഹിഞ്ചസ് അല്ല, റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ടിൽ മൊമെന്റ് എന്താണ്? 0 ആണ്. ഈ എക്സ്റ്റേണൽ ജോയിന്റ് മൊമെന്റ് ഇല്ല എങ്കിൽ മൊമെന്റ് 0 ആണ് വരേണ്ടത്. അപ്പൊ എക്സ്റ്റേണൽ ജോയിന്റ് ലോഡ് ഉണ്ടെങ്കിൽ മൊമെന്റ് എത്രയാണ് വരേണ്ടത്? ആ എക്സ്റ്റേണൽ ജോയിന്റ് ലോഡ് എത്രയാണോ അത്രയാണ് അവിടുത്തെ മൊമെന്റ് വരിക. മനസ്സിലായോ? ഫ്രീ ഇതിപ്പം നിങ്ങൾ ഏറ്റവും എൻഡിൽ വരുന്ന സപ്പോർട്ട് നോക്കുക. എൻഡിൽ വരുന്ന സപ്പോർട്ട് ഹിഞ്ചോ
റോളറോ ആണെങ്കിൽ അവിടെ മൊമെന്റ് എപ്പോഴും 0 ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ നേരം നിങ്ങൾക്ക് ഞാൻ ചെക്ക് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലം ശരിയാവുന്നുണ്ടോ എന്നറിയാം. മൊമെന്റ് എപ്പോഴും ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ജോയിന്റ് ലോഡ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ മൊമെന്റ് 0 എന്നാണ് ഈ ഒരു ആൻസർ വരേണ്ടത്. MCBയുടെ വാല്യൂ 0 ആണ് വരേണ്ടത്. എപ്പോ അവിടെ ഒരു ജോയിന്റ് മൊമെന്റ് ഇല്ലെങ്കിൽ. ആക്ച്വലി എക്സ്റ്റേണലി നമുക്ക് ഇവിടെ ഒരു ജോയിന്റ് മൊമെന്റ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് തന്നെയായിരിക്കും അവിടുത്തെ മൊമെന്റ് വാല്യൂ വരിക. മനസ്സിലായോ? അതല്ലേ വന്നിട്ടുള്ളത് 120 കിലോ ന്യൂട്ടൺ മീറ്റർ. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ട് ഇവിടെ ഉള്ള മൊമെന്റ് 120 കിലോ ന്യൂട്ടൺ മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ചെയ്ത് സ്റ്റെപ്പുകൾ ക്ലിയർ ആണോ? എങ്ങനെയാണ് മൊമെന്റ് വേണ്ടത് എന്നുള്ളത്? മൊമെന്റ് കിട്ടിയാൽ ഇനി എന്താ വേണ്ടത്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കൂടെ വരയ്ക്കണം അല്ലേ? ഫൈനൽ സ്റ്റെപ്പ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം തന്നിട്ടുള്ള ഫിഗർ ഒന്ന് വരച്ചു വയ്ക്കാം. ഇത്രയാണ് ലോഡ് തന്നിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള മൊമെന്റ് വെച്ചിട്ട് ആദ്യം സപ്പോർട്ട് മൊമെന്റുകൾ വരയ്ക്കാം. സപ്പോർട്ട് മൊമെന്റ് വരയ്ക്കാനായിട്ട് ബേസ് ലൈൻ വരയ്ക്കാം. ജോയിന്റ് എ ബി. ഒരു ഡൗട്ട് ചോട്ടെ. ഓ, ആ ജോയിന്റ് നമ്മൾ മൊമെന്റ് ആക്കിയിട്ടുണ്ടായിട്ടില്ലേ ലാസ്റ്റ് ഓവർ ഹാങ് ചെയ്യുന്ന പോർഷനിലുള്ള അത് വരക്കേണ്ട ആവശ്യമില്ല ഈ ബെൻഡിങ് മൊമെന്റ് വരക്കുമ്പോ? ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം ആ ലോഡ് കണ്ടില്ലേ? ലോഡ് പി മെട്രിക്സ് കാണാൻ ലോഡ് കണ്ട സമയത്ത് PJ ആയിട്ട് നമ്മൾ ഈ 120 ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതായത് ജോയിന്റ് ലോഡായിട്ട് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ കിട്ടുന്ന മൊമെന്റുകൾ എന്താണ്? സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റുകളാണ്. അപ്പോൾ സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റുകൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഈ ഒരു ജോയിന്റ് മൊമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതാ ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ മൊമെന്റ് ഞാൻ അതാ പറഞ്ഞത്. മൊമെന്റ് 120 നമ്മൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ 120 തന്നെയാണ് നമ്മുടെ ഈ ഫ്രീ എൻഡിൽ കിട്ടിയിട്ടുള്ളത്. അതുകൂടെ ആഡ് ആയപ്പോഴാണ് നമുക്ക് ആ M എന്ന് പറയുന്നത് 120 വന്നത്. M അതായത് C എന്ന് പറയുന്ന ജോയിന്റില് സപ്പോർട്ട് മൊമെന്റ് ഇവിടെ ഈ ഒരു ജോയിന്റ് ലോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ 0 ആണ് ശരിക്കും വരേണ്ടത്. പി മെട്രിക്സ് കാണാൻ നേരം PJ ആയിട്ട് നമ്മൾ ഈ 120 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാൽക്കുലേഷൻ കാരണമാണ് നമുക്ക് മൊമെന്റ് അറ്റ് C 120 കിട്ടിയിട്ടുള്ളത് ദാ ഇവിടെ. അതിനർത്ഥം ആ ജോയിന്റ് കാരണം ആ സപ്പോർട്ടിൽ ഉണ്ടാവുന്ന മൊമെന്റ് ഓൾറെഡി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് മൊമെന്റ് ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. സപ്പോർട്ട് മൊമെന്റിൽ 120 വരും. ഇനി നമ്മൾ ഫ്രീ മൊമെന്റ് കാണുന്നത് മെമ്പർ ലോഡ് കാരണമാണ്. ഫ്രീ മൊമെന്റ് എന്ന് പറയുന്നത് സാഗിങ് മൊമെന്റ് ആയിട്ട് എടുക്കും. അതായത് ഇപ്പൊ നമ്മളൊരു ബീം ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബീമിന്റെ സെന്ററിൽ ആ ലോഡ് കാരണം സാഗിങ് വരും. അത് കൂടാതെ ആ ലോഡ് കാരണം സപ്പോർട്ടിലും മൊമെന്റ് വരും. അതെന്താണ്? ഹോഗിങ് മൊമെന്റ് ആണ്. അപ്പൊ മെമ്പറിൽ ലോഡ് കാരണം സപ്പോർട്ടിൽ ഉണ്ടാവുന്ന മൊമെന്റുകളാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളതെല്ലാം. ആ സമയത്ത് ഈ ജോയിന്റ് ലോഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സപ്പോർട്ട് മൊമെന്റുകൾ ഹോഗിങ് മൊമെന്റ് ആണ്. അതായത് നമ്മൾ അങ്ങനെയാണ് പറയാം, സപ്പോർട്ടിൽ ഉണ്ടാവുന്നത് നെഗറ്റീവ് മൊമെന്റ് ആണ്. അതുപോലെ ഒരു ബീമിന്റെ സെന്റർ പൊസിഷനിലേക്ക് വരുമ്പോൾ സാഗിങ് മൊമെന്റ് ആയിരിക്കും. അപ്പൊ ആ സാഗിങ് മൊമെന്റിന് കാരണം ഫ്രീ മൊമെന്റ് ആണ്. അതായത് മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ലോഡുകളാണ്. അവിടെ ഈ ഒരു 120 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഫ്രീ മൊമെന്റ് കാണാൻ നേരം. ജോയിന്റ് ലോഡ് ആയിട്ടുള്ള 120 നമ്മൾ ഓൾറെഡി സപ്പോർട്ട് മൊമെന്റ് കാണാൻ നേരം ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഇനിയിപ്പോ വരയ്ക്കാൻ നേരം നമുക്ക് ഡയറക്ട്ലി 120 എന്നൊക്കെ പറയുന്നത് സപ്പോർട്ട് മൊമെന്റുകളാണ്. അപ്പൊ ഇതിന്റെ ഓരോ മൊമെന്റ് എടുത്തിട്ട് നമുക്ക് ഓർഡിനേറ്റ് ആക്കി വരയ്ക്കാം. ഇത് എത്രയാണ്? -60.8. MAB എന്ന് പറയുന്നത് -60.8. മൈനസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനിൽ ഓർഡിനേറ്റ് വരയ്ക്കാം. 60.8. ഇനി ബിയില് എത്രയാണ്? 78.4. 78.4 പോസിറ്റീവ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് ആയിട്ട് വരയ്ക്കാം. 70.4.
60യേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിൽ വരയ്ക്കാം. ദെൻ എം ബി സി എന്ന് പറയുന്നത് -78.4. എം ബി സി എന്ന് പറയുന്നത് ബി സിയുടെ ലെഫ്റ്റ് എൻഡിൽ. അപ്പൊ മൈനസ് അല്ലേ, -78.4 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഓർഡിനേറ്റ് സെയിം ആയിരിക്കും. അതാണ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. മൊമെന്റ് എപ്പോഴും എം ബി സിയും എം ബി എയും ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതാണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സിയിലെ മൊമെന്റ് എത്രയാണ്? 120. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 120. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ 120 എന്ന് പറയുന്നത് ഓർഡിനേറ്റ് ആയിട്ട് വരയ്ക്കാം. 120 എന്ന് പറയുമ്പോൾ ഇതിലും കുറച്ചുകൂടെ ഹൈറ്റിൽ പോകും. ഇനി ഇതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇപ്പൊ കിട്ടിയിട്ടുള്ളത് എന്താണ്? നമ്മുടെ സപ്പോർട്ട് മൊമെന്റുകൾ അഥവാ നെഗറ്റീവ് മൊമെന്റ് ആണ് ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി സാഗിങ് മൊമെന്റ് വരയ്ക്കണം. അതായത് പോസിറ്റീവ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം മാത്രം. എ ബി സ്പാനിൽ ഏത് മൊമെന്റ് ഉണ്ട്, ഏത് ലോഡ് ഉണ്ട്? ബി സി സ്പാനിൽ ഏത് ലോഡ് ഉണ്ട്? അതായത് മെമ്പർ ലോഡ് കാരണം ഉണ്ടാവുന്ന ഫ്രീ മൊമെന്റ്. അപ്പൊ എ ബിയിൽ ഉണ്ടാവുന്ന മെമ്പർ ലോഡ് ഏതൊക്കെയായിരിക്കും? ഏതാണ്? 90 ആണ്. അപ്പൊ ഇത് സിമെട്രിക് അല്ല. ഇക്വേഷൻ എത്രയാണ്? WAB/L. WAB/L എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു എ 2 മീറ്റർ 4 ബി ദെൻ ബൈ എൽ എന്ന് പറയുന്നത് 6. 90 ഇൻറ്റു 2 ഇൻറ്റു 4/8 എത്രയാണ്? 120 അല്ലെ? 120 കിലോ ന്യൂട്ടൺ മീറ്റർ ഇവിടുത്തെ എന്താണ്? ഫ്രീ മൊമെന്റ് ആയിട്ട് വരും. അപ്പൊ മാക്സിമം ഓർഡിനേറ്റ് എവിടെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് വരിക? നമ്മുടെ 90യുടെ അലോങ് ആ ഒരു ആയിരിക്കും മാക്സിമം ഓർഡിനേറ്റ് വരിക. 120 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന് സെയിം ആയിട്ട് വരും. ഇതാണ് എ ബിയിലെ ഫ്രീ മൊമെന്റ്. ഇതെന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ഇതിന്റെ മാക്സിമം കോർഡിനേറ്റ് 120. ഇതുപോലെ ബി സിയിലെയോ? എം ബി സിയിലെ ഫ്രീ മൊമെന്റ് എന്ത് വരും? യു ഡി എൽ ആണ്. W ഇൻറ്റു എൽ സ്ക്വയർ ബൈ 8. എത്രയാണ്? 80 ഇൻറ്റു എൽ സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ ബൈ 8. 8 ക്യാൻസലായി 4 സ്ക്വയർ 160 വരും അല്ലെ? ഇതെങ്ങനെയാണ്? യു ഡി എൽ ആണ്. യു ഡി എൽ ആവുമ്പം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെയാണ്? പാരാബോളിക് ആണ്. 180 എന്ന് പറയുമ്പോൾ 120യേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിൽ പോകും. മാക്സിമം ഓർഡിനേറ്റ് എവിടെയായിരിക്കും? മിഡ് പോയിന്റിലായിരിക്കും. എത്രയാണ് അതിന്റെ വാല്യൂ വരിക? 160. ഇനി എന്ത് ചെയ്യണം? ഹാച്ച് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ രണ്ടിന്റെയും ഓവർലാപ്പ് ചെയ്യാത്ത പോർഷനുകൾ ഹാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നെഗറ്റീവ്, ഏതൊക്കെയാണ് പോസിറ്റീവ്? ഇത് പോസിറ്റീവ് മൊമെന്റുകളാണ്. ഇത് രണ്ടും, ഇത് മൂന്നും നെഗറ്റീവ് ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരിക. നോക്കാം, ഇപ്പം മൊമെന്റ് സപ്പോർട്ടിലെ മൊമെന്റ് 120 വന്നിട്ടുള്ളത് നമ്മളിവിടെ ഓർഡിനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ സപ്പോർട്ടിലെ മൊമെന്റ് 120 കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ്. അല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ മൊമെന്റ് സിയില് 0 ആയേനെ. ഇതുപോലെ വന്നേനെ. മുകളിലേക്ക് പോവാതെ ട്രയാങ്കിൾ ആയിട്ട് സിയിലേക്ക് 0 ആയിട്ട് വന്നേനെ. ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാതെ ഉണ്ടോ? ഇത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഫ്രെയിമിലെ പ്രോബ്ലം ചെയ്യാം. വരച്ചെടുത്തവര് ലീവ് ചെയ്തോളൂ.